അങ്ങനെ അദ്ദേഹത്തിൻ്റെ 3-4 മാസത്തെ ജീവിതം കഴിഞ്ഞ് അപ്പോൾ ഈ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് തരാൻ ഉദ്ദേശിച്ച ഫണ്ടൊക്കെ തീർന്നു, അപ്പോൾ നമ്മൾക്ക് തിരിച്ച് പോകേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ആ 5 സ്റ്റാർ ഹോട്ടലിൽ അവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് തിരിച്ച് അദ്ദേഹത്തെ ആ കൂരയിൽ കൊണ്ടുചെന്ന് ആക്കുകയാണ്. അന്ന് രാത്രി അദ്ദേഹം അവിടെ കിടന്നുറങ്ങാൻ എടുക്കുന്ന ബുദ്ധിമുട്ട്, അന്ന് വീണ്ടും അദ്ദേഹം ആ ഒരു ഓലപ്പരയിലേക്ക് സെറ്റാവാൻ എടുക്കുന്ന ബുദ്ധിമുട്ട്, ഇതിൻ്റെ പേരാണ് നരകം. നരകം അദ്ദേഹത്തിന് അത് സ്വർഗമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ അവിടെ പോവുമായിരുന്നു. അതേ സ്വർഗം നരകമായി മാറി. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസ്സിൻ്റെ ലൈഫിലേക്ക് അദ്ദേഹം കുറച്ചു കാലം ഒന്ന് മാറി ജീവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് തിരിച്ചങ്ങോട്ട് പോകേണ്ട ഒരവസ്ഥ വരുമെന്നുള്ളത് മറന്നുപോയി. ഇത് സ്ഥിരമാണെന്ന് വിചാരിച്ചു കളഞ്ഞു അദ്ദേഹം. അങ്ങനെ അതിൽ നിന്ന് തിരിച്ച് പഴയതിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും അവിടെ ജീവിച്ചിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ തിരിച്ചു വന്നിട്ട് വീണ്ടും ജീവിക്കുമ്പോൾ അത് കുഴപ്പമാവുന്നുണ്ട്. നരകാനുഭവം. അദ്ദേഹത്തിന് നല്ല ബോധം ഉണ്ടെങ്കിലോ, ദിവസങ്ങൾ എണ്ണുന്നുണ്ടായിരുന്നെങ്കിലോ 3 മാസം കഴിഞ്ഞാൽ തിരിച്ച് കൂരയിലേക്ക് പോകണം, ഇനി 2.5 മാസം കഴിഞ്ഞാൽ പോകണം, ഇനി 2 മാസമേ ഉള്ളൂ, ഇനി ഒരാഴ്ചയുള്ളൂ എനിക്ക് പോകണം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നം വരില്ലായിരുന്നു. ഒരു ബോധം ഉണ്ടെങ്കിൽ മതി മറന്ന് സന്തോഷിച്ചു പുള്ളി. അതുകൊണ്ടാണ് അത് നരകയാതനയായി മാറിയത്. അപ്പോൾ സന്തോഷം അമിതമായി അനുഭവിക്കുന്ന സമയങ്ങളിൽ ജീവിതം ദുഃഖവും കൂടെ ഉള്ളതാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പഠിക്കുക. അതിനെ മറന്നു പോകാതിരിക്കുക. അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ദുഃഖങ്ങളെ മറന്നു പോകാതിരിക്കുക. ജീവിതം രണ്ടും നിറഞ്ഞതാണെന്ന്. ദുഃഖം നിറയുന്ന സന്ദർഭങ്ങളിൽ സന്തോഷത്തിൻ്റെ കാലവും കഴിഞ്ഞിട്ടില്ല, അതും ഇനി തിരിച്ചു വരും. ഒന്നും പെർമനൻ്റ് അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണത്. നത്തിങ് ഈസ് പെർമനൻറ്റ്. ജീവിതത്തിൽ എന്ത് സൗഭാഗ്യങ്ങൾ വന്നെന്ന് പറയുമ്പോഴും ഞാൻ അപ്പോഴും ചിന്തിക്കാറുണ്ട്, നത്തിങ് ഈസ് പെർമനൻറ്റ്. ഇന്ന് എൻ്റെ തോള് കയറ്റി നടക്കുന്ന വ്യക്തി നാളെ എന്നെ തറ പറ്റിക്കാൻ നടക്കുന്നവനായി മാറിയേക്കും. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്ന, മാളിക മുകളേറിയ മന്നൻ തോളിൽ മാറാപ്പ് കയറ്റി നടക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ? സോ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, രണ്ട് തലങ്ങൾ മറക്കാതിരിക്കുക. ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷത്തിൽ മതിമറക്കാൻ പോകാതിരിക്കുക, ഒരുപാട് സങ്കടം ഉണ്ടാകുമ്പോൾ അതിരിക്കും പോകാതിരിക്കുക. ഇത് ഏറ്റവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിൻ്റെ മൊമെൻറ്റില്ല. കാരണം ഒരുപാട് സങ്കടം ഉണ്ടാകുമ്പോൾ അധികം സങ്കടപ്പെടാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ അധികം സന്തോഷിക്കാൻ പോകാതിരിക്കും. അത് സന്തോഷിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഞാൻ കംപ്ലീറ്റായിട്ട് എൻ്റെ കൺട്രോൾ കളഞ്ഞിട്ട് സന്തോഷിക്കാൻ പോകരുത്.